അടുത്തായിട്ട് മോയിൽ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. മോയിൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് അവരുടെ തലപ്പത്തുണ്ടായ മാനേജ്മെൻറ്റ് ഭാഗത്തുണ്ടായ ചില മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രധാന വാർത്തയായിട്ട് എത്തിയിരിക്കുന്നത്. വിശ്വനാഥ് സുരേഷിനെ പുതിയ ചെയർമാൻ കം MD സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2% ഇടിവിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം കഴിഞ്ഞൊരു ഡിസംബർ മുതൽ ഡിസംബറിൻ്റെ ഒരു പകുതിക്ക് ശേഷം ഭേദപ്പെട്ട നിലയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് മോയിൽ. സോ മോയിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം 380 എന്ന സോൺ ഒരു റിജക്ഷൻ സോണായി, ഹൈ റിജക്ഷൻ സോണായി കറന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നും ഈ ഒരു ഓഹരിയിൽ നേരിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ബോട്ടം ലെവലിൽ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 314 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച്, അതായത് 314, 380, 314 എന്നത് സ്ട്രോങ് സപ്പോർട്ട് സോണായി, 380 എന്നത് ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് ഇതിൽ ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ചസിൽ ഒരു റേഞ്ച് കൺസോൾട്ടേഷനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.